സിപിഐയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കം. 75 വയസ്സ് പിന്നിട്ട ഡി രാജ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നതിൽ സിപിഐക്കുള്ളിൽ ഭിന്നാഭിപ്രായമാണ്. ജനറൽ സെക്രട്ടറിയെ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നാണ് ഡി രാജയുടെ പ്രതികരണം. പ്രായപരിധി നിശ്ചയിച്ചത് പാർട്ടിയാണെന്നും ഇളവ് നൽകേണ്ട സാഹചര്യമില്ല എന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പാക്കി ജനറൽ സെക്രട്ടറി ഡി രാജ പദവിയൊഴിയണം എന്ന ആവശ്യം കേരള ഘടകത്തിൽ നിന്നും ഉയരുമ്പോൾ ഇക്കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നാണ് ഡി രാജയുടെ പ്രതികരണം. Party Congress is the supreme forum in our party and we are meeting today. We will discuss all such cases. എന്നാൽ പ്രായപരിധി നിശ്ചയിച്ചത് പാർട്ടിയാണെന്നും മാറ്റേണ്ട സാഹചര്യമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു. എൻ്റെതല്ല, ആ നിലപാട് എൻ്റെതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കൊണ്ട നിലപാടാണത്. ആ നിലപാട് മാറ്റേണ്ട കാരണം ഞാൻ കാണുന്നില്ല. അല്ല, അത് കേരളത്തിൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കി ഇന്ത്യയിലെ പാർട്ടി ഭരണഘടനയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വ്യത്യാസം വരാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഡി രാജ ഒഴിയുമെന്നും ചില അപ്രതീക്ഷിത പേരുകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്നുമുള്ള റിപ്പോർട്ടുകളോട് ആനി രാജയുടെ പ്രതികരണം ഇങ്ങനെ: ഇത് തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ്സാണ്, അല്ലാതെ വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടോ അല്ല ഇത് തീരുമാനിക്കും. പാർട്ടിയുടെ ഭരണഘടനയും പാർട്ടി കോൺഗ്രസും അവരുടെ അവകാശമാണത്. ഡി രാജ ജനറൽ സെക്രട്ടറിയായി തുടരണം എന്ന നിലപാടിനാണ് നിലവിലെ ദേശീയ സെക്രട്ടേറിയറ്റിൽ മുൻതൂക്കം. അതേസമയം ദേശീയ എക്സിക്യൂട്ടീവിന്റെയും ദേശീയ കൗൺസിലിന്റെയും മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.